നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗലം വാളമരുത്തൂർ ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിന് സമീപം ക്ഷേത്ര പൂജാരിയടക്കം 5 പേരെ തെരുവുനായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. അതേ തെരുവുനായ 1.5 കിലോമീറ്റർ അപ്പുറം ചിറക്കലങ്ങാടിയിൽ വെച്ചും ഒരാളെ പരിക്കേൽപ്പിച്ചു. വിഷൻ 2031 ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പിന്റെ സംസ്ഥാനതല സെമിനാർ ഒക്ടോബർ 16 തിരൂരിൽ. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന 33 സെമിനാറുകളിൽ ഒന്നാണ് തിരൂരിൽ നടക്കുന്നത്. കിണറുകളും കുളങ്ങളും ക്ലോറിനേറ്റ് ചെയ്യാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് ഹരിത കേരളം ജില്ലാ മിഷൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ നേടി തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇന്നൊവേഷൻ അവാർഡും ബെസ്റ്റ് കളക്ഷൻ ട്രാൻസ്ഫോർമേഷൻ അവാർഡും ബാങ്കിന് ലഭിച്ചു. ഇസ്രായേലിന്റെ മനുഷ്യക്കുരുതിക്കെതിരെ ഓവുങ്ങൽ സോൺ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഐക്യദാർഢ്യ സംഗമവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് യൂസഫ് കല്ലേരി ഉദ്ഘാടനം ചെയ്തു. ബാണിയന്നൂർ ഹാജി ബസാർ മുനവിറുൽ ഇസ്ലാം അൽപിർ പ്രീ സ്കൂൾ നബിദിനാഘോഷവും അധ്യാപകരുടെ നേതൃത്വത്തിൽ മൗലിദ് സദസ്സും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ നബിദിന പരിപാടികളും നടന്നു. വിശദമായ വാർത്തകൾ. മംഗലം വാളമരുത്തൂർ ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിന് സമീപം ക്ഷേത്ര പൂജാരിയടക്കം 5 പേരെ തെരുവുനായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. അതേ തെരുവുനായ 1.5 കിലോമീറ്റർ അപ്പുറം ചിറക്കലങ്ങാടിയിൽ വെച്ചും ഒരാളെ ആക്രമിച്ചു. പൂജാരി അഭിലാഷ്, മനോരിൽ പ്രജീഷ്, കളരിക്കൽ മിറൽ, കൊൽക്കത്ത സ്വദേശി സൂരജ്, നല്ലപ്പാട്ട് പഠിക്കൽ അജയൻ എന്നിവരെ രാത്രി 7 മണിയോടെയാണ് തെരുവുനായ ആക്രമിച്ചത്. നായ്ക്കളെ ഭയങ്കര ശല്യമുണ്ട്. പണിക്കാർ വരുമ്പോഴൊക്കെ ഓടിയെത്തി കടിക്കുകയാണ്. ഇപ്പോൾ 7 പേരായിട്ട് കടിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഒക്കെ വാളൂരുള്ള തന്നെയാണ്. ഒരു കറുപ്പ് നായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ നടപടി പഞ്ചായത്ത് മെമ്പറൊക്കെ പഞ്ചായത്ത് മെമ്പറോടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് നായ കടിച്ചപ്പോൾ കൊണ്ട് വന്നതാണ്. പിന്നെ നാളെ പോയിട്ട് പറയാന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ ആരും കണ്ടിട്ടില്ലല്ലോ. നായ പോലെയുള്ളത് നായ ഇങ്ങനെ പോയിട്ട് ആശുപത്രി പഠിക്കുള്ള ആളെ കടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ കാവഞ്ചേരിയുള്ളൊരു പയ്യനെ കടിച്ചിട്ട് അവനും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ പിന്നെ അമ്പലത്തിലെ നമ്പൂരി അമ്പലം അടച്ചു പോകുമ്പോൾ അതും നായ കടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് എത്തിയിരിക്കുന്നത്. വാളൂർ മാത്രം എത്ര ആൾക്കാരെ അടിച്ചിട്ടുണ്ട്? വാളൂരുള്ള 4 പേരെ 5 പേരെ ക്ഷേത്രം പൂജാരി ക്ഷേത്രം നടയടച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകാനായി സ്കൂട്ടറിൽ കയറി ഇരിക്കുന്നതിനിടെ തെരുവുനായ ഓടി വന്ന് ആക്രമിക്കുകയായിരുന്നു. കൊൽക്കത്ത സ്വദേശിയുടെ പരിക്ക് ഗുരുതരമാണ്. മറ്റുള്ളവർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. വെട്ടന്യൂസ് തിരൂർ. കേരള സംസ്ഥാനം 2031 75 വർഷം പൂർത്തിയാക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല വളർച്ചയെ വിലയിരുത്താനും ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യാനും വനിതാ ശിശുദിന വകുപ്പ് നേതൃത്വം നൽകുന്ന സംസ്ഥാനതല സെമിനാർ തിരൂരിൽ നടക്കും. വിഷൻ 2031 ഭാഗമായി സംസ്ഥാന വ്യാപകമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന 33 സെമിനാറുകളിൽ ഒന്നാണ് ഒക്ടോബർ 16 തിരൂരിൽ നടക്കുന്നത്. സെമിനാറിന്റെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. തിരൂർ PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞകാല വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനോടൊപ്പം 2031 കേരളം എങ്ങനെയായിരിക്കണം, വികസന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ചർച്ചകളും സെമിനാറിന്റെ ഭാഗമായി നടന്നു. സെമിനാറിൽ നിന്ന് ലഭിക്കുന്ന വകുപ്പുതല കാഴ്ചപ്പാടുകൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജനുവരിയിൽ നടക്കുന്ന കോൺക്ലേവ്
ഡ്രൈവിലേക്ക് കൈമാറുമെന്ന് മന്ത്രി വിശദീകരിച്ചു. ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് മുഖ്യരക്ഷാധികാരിയും ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചെയർമാനും കുറുക്കോളി മൊയ്തീൻ MLA ജില്ലയിലെ മറ്റ് MLA മാർ MP മാർ എന്നിവർ വൈസ് ചെയർമാൻമാരും വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ജനറൽ കൺവീനറും ജില്ലാ കളക്ടർ VR വിനോദ് കൺവീനറുമായ വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. യോഗത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ബിന്ദു ഗോമിദാസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ T ഗോപകുമാർ സംഘാടക സമിതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ ഗഫൂർ P ലീലീസ്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ കുളങ്ങളും കിണറുകളും ക്ലോറിനേറ്റ് ചെയ്തു വരികയാണെന്ന് ജില്ലാ കളക്ടർ VR വിനോദ്. ഹരിത കേരളം ജില്ലാ മിഷൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ലോറിനേറ്റ് ചെയ്യാൻ വിമുഖത കാണിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു. ഹരിത കേരളം ജില്ലാ മിഷൻ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LSGD ജോയിന്റ് ഡയറക്ടർ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഹരിത കേരള മിഷൻ സംസ്ഥാന അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ എബ്രഹാം കോച്ചി, TP സുധാകരൻ, ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ P സീമ, തദ്ദേശ ഭരണവകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, മലപ്പുറം. മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ നേടി തിരൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ബാങ്കിംഗ് ഫ്രണ്ടിയർ മാഗസിനും നഫ്കബും ചേർന്ന് ഏർപ്പെടുത്തിയ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇന്നൊവേഷൻ അവാർഡും ബെസ്റ്റ് കളക്ഷൻ ട്രാൻസ്ഫോർമേഷൻ അവാർഡും ബാങ്കിന് ലഭിച്ചു. കഴിഞ്ഞ വർഷം CEO ഫോറം ഏർപ്പെടുത്തിയ മികച്ച അർബൻ ബാങ്കിനുള്ള പുരസ്കാരവും തിരൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനായിരുന്നു. 673.26 കോടി രൂപയുടെ നിക്ഷേപമാണ് ബാങ്കിനുള്ളത്. 441.96 കോടി രൂപ വായ്പയായും നൽകിയിട്ടുണ്ട്. നെറ്റ് NPA 4.25%. CD റേഷ്യോ 65.64%, CRAR 12.04%. ബാങ്കിന്റെ കരുതൽ ധനവും മറ്റു ഫണ്ടുകളും 85.44 കോടിയാണ്. കഴിഞ്ഞ മാർച്ച് 31 വരെ ബാങ്കിന്റെ പ്രവർത്തന ലാഭം 8.28 കോടി രൂപയാണ്. 3 വർഷത്തിനുള്ളിൽ 200 കോടി രൂപയുടെ ബിസിനസ് വർധനവാണ് ബാങ്കിനുണ്ടായത്. കഴിഞ്ഞ വർഷം കേപുരത്തും ബ്രാഞ്ച് തുടങ്ങി. അത്യാധുനിക ATMകളുമുണ്ട്. ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള UPI സേവനങ്ങളും പ്രവർത്തനക്ഷമമാക്കും. തിരൂർ മെയിൻ ബ്രാഞ്ച് ഇടപാടുകാരുടെ സൗകര്യാർത്ഥം രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയും, ഈവനിംഗ് ബ്രാഞ്ച് 2 മണി മുതൽ വൈകിട്ട് 7:30 വരെയും, വൈലത്തൂർ ഈവനിംഗ് ബ്രാഞ്ച് രാവിലെ 11:30 മുതൽ വൈകിട്ട് 6:30 വരെയും പ്രവർത്തിക്കും. BP അങ്ങാടി, തലക്കടത്തൂർ ബ്രാഞ്ചുകൾ വിപുലമായ സൗകര്യത്തോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യമായ സംവിധാനങ്ങൾ എല്ലാ ബ്രാഞ്ചിലും നിലവിൽ വന്നിട്ടുണ്ട്. അതും നല്ല രീതിയിൽ കൊണ്ടുപോകണം. പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തൊരു പുതിയ പദ്ധതി തുടങ്ങണമെന്നാണ് നമ്മൾ ആലോചിച്ചുള്ളത്. ബോർഡ് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാങ്കിൻ്റെ അത് RBIയുടെ കൂടി ഒരു അനുമതിയോട് കൂടിയിട്ട് നമ്മുടെ A ക്ലാസ് മെമ്പർമാർക്ക് ഒരു 110 വർഷം പൂർത്തിയാക്കിയ ഒരു ബാങ്ക് എന്ന നിലയിൽ ആദ്യത്തെ ഒരു വർഷം നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു വർഷക്കാലത്തേക്കുള്ളൊരു പാലിയേറ്റീവ് പ്രവർത്തനം, ഗുരുതരമായ രോഗം ബാധിച്ചവർക്കുള്ള നമ്മുടെ കോമൺ ഗുഡ് ഫണ്ടും അതേപോലെ തന്നെ മെമ്പേഴ്സ് വെൽഫെയർ ഫണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാഥമികമായ ചർച്ച ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ സംവിധാനം ഒരുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മറ്റേ മെയിൻ ബ്രാഞ്ചിൻ്റെ സമയം മാറ്റം നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം രാത്രി 8 മണി വരെയാണ്. ഒരു പുതിയ ബ്രാഞ്ച് FSWMൽ വന്നുകൊണ്ട് നമുക്കൊരു പുതിയ ബ്രാഞ്ച് കിട്ടി. അതിപ്പോൾ കുണ്ടുങ്ങൽ ബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 4 ബ്രാഞ്ചുകൾക്ക് കൂടി നമ്മൾ അനുമതി തേടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളം ഗൾഫ് മണി വരുന്നുണ്ട്. പണമില്ലാത്ത കുഴപ്പമില്ല, പക്ഷേ ആളുകൾക്ക് ഈ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അറിവില്ലായ്മ മൂലം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ധാരാളം പണം സമ്പാദിച്ച പല ആളുകളും അത് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാത്തതിൻ്റെ ഒരു കുറവ് മൂലം ജീവിതത്തിൻ്റെ പല ലേറ്റർ സ്റ്റേജിൽ ഘട്ടങ്ങളിൽ കഷ്ടപ്പെടുന്നത് നമ്മളെ കൺമുന്നിൽ തന്നെ കാണാം. അപ്പോൾ ബാങ്ക് വിചാരിക്കുന്നത് ബാങ്കിൻ്റെ ഒരു സാമൂഹ്യമായ ബാധ്യതയാണ് ആളുകളെ ഈ സാമ്പത്തിക സാക്ഷരത്വം പഠിപ്പിക്കുക എന്നുള്ളത് കൂടി. അപ്പോൾ അതിന് ഞങ്ങൾ ചില പ്ലാനുകളുണ്ട്. ഞങ്ങളുടെ ഓരോ ബ്രാഞ്ചിനെയും കേന്ദ്രീകരിച്ചിട്ട് ഇടപാടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതിൽ ഓരോ സമയത്തും ക്ലാസ്സുകളോ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഞങ്ങളുടെ എല്ലാ ഇടപാടുകാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല, ധാരാളം സാമ്പത്തിക ബുദ്ധിമുട്ട് വേണ്ടി വരുന്നൊരു സംഗതിയാണ്. അപ്പോൾ അത് ബാങ്കിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഞങ്ങളുടെ എല്ലാ ഇടപാടുകാർക്കും
ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ വേണ്ടി ഞങ്ങളിപ്പോൾ LIC ആയിട്ട് മറ്റുള്ള ഇൻഷുറൻസ് കമ്പനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ആനുകൂല്യങ്ങളും സഹായങ്ങളും ഇടപാടുകാർക്കും മറ്റു യാതന അനുഭവിക്കുന്നവർക്കും ലഭ്യമാക്കുന്നതിൽ ബാങ്ക് ഏറെ മുന്നിലാണ്. കഴിഞ്ഞ വർഷം 115.24 ലക്ഷം രൂപ പലിശ ഇളവായും 13.76 ലക്ഷം രൂപ ചികിത്സാ സഹായമായും 1 ലക്ഷം രൂപ കുട്ടിശങ്കരൻ നായർ എൻവോൺമെന്റ് അവാർഡായും 3.21 ലക്ഷം രൂപ അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായമായും 40 ലക്ഷം രൂപ റിസ്ക് ഫണ്ട് ആനുകൂല്യമായും ബാങ്ക് അനുവദിച്ചു. സ്വന്തമായി IFSC കോഡ് ഉടൻ ലഭ്യമാകും. 1000 കോടി രൂപ നിക്ഷേപത്തിലെത്തിക്കാനാണ് ശ്രമമെന്നും ലാഭം മാത്രമല്ല പൊതുജന സേവനം കൂടിയാണ് ലക്ഷ്യമിടുന്നതെന്നും ബാങ്ക് ചെയർമാൻ E. ജയൻ, വൈസ് ചെയർമാൻ ദിനേശ് പൂക്കയിൽ, ഡയറക്ടർ പിമ്പുറത്ത് ശ്രീനിവാസൻ, CEO KP സുരേഷ് എന്നിവർ പങ്കെടുത്തു. വെട്ടന്യൂസ് തിരൂർ. ഇസ്രായേലിന്റെ മനുഷ്യക്കുരുതിക്കെതിരെ ഓവുങ്കൽ സോൺ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഐക്യദാർഢ്യ സംഗമവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് യൂസഫ് കല്ലേരി ഉദ്ഘാടനം ചെയ്തു. ഓവുങ്ങൽ സോൺ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമവും പ്രാർത്ഥനാ സദസ്സും താനൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് യൂസഫ് കല്ലേരി ഉദ്ഘാടനം ചെയ്തു. ചെറിയമുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി NA നസീർ അധ്യക്ഷത വഹിച്ചു. ചെറിയമുണ്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി MA റഫീഖ്, വാർഡംഗം TA റഹീം, M. അസ്ലം, AP മൊയ്തീൻ ഹാജി, CP യൂസഫ്, P. ആഷിഖ്, PP ഇസ്മായിൽ, AP നാസർ, MP ഷാഹുൽ, PP ഇബ്രാഹിം, PP മുഹമ്മദ്, K. സാഹിർ എന്നിവർ പ്രസംഗിച്ചു. ഹസൻ ഹുദവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. എറണാകുളത്ത് വെച്ച് നടക്കുന്ന ഗസ ഐക്യദാർഢ്യ റാലിയും ഒക്ടോബർ 1 പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കുടുംബസംഗമവും വിജയിപ്പിക്കാനും തീരുമാനിച്ചു. വെട്ടന്യൂസ് തിരൂർ. വാണിയന്നൂർ ഹാജി ബസർ മുനവറുൽ ഇസ്ലാം അൽബിർ പ്രീ സ്കൂൾ നബിദിനാഘോഷവും അധ്യാപകരുടെ നേതൃത്വത്തിൽ മൗലിദ് സദസ്സും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ നബിദിന പരിപാടികളും നടന്നു. വാണിയന്നൂർ റേഞ്ച് സംസ്ഥ കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് സയ്യിദ് ASK തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അൽബീർ പ്രീ സ്കൂൾ പ്രസിഡന്റ് E. മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി, സംസ്ഥാന അൽബീർ ട്രെയിനിംഗ് കൺവീനർ ഫൈസൽ ഉത്തവി, സമസ്ത മുഫത്തീസ് റസാഖ് ഫൈസി, സെക്രട്ടറി സലാം ഫൈസി, കമ്മിറ്റി ഭാരവാഹികളായ N. ഹംസക്കുട്ടി ഹാജി, KP ഖാസിം ഹാജി, K. ഷാഫി ഹാജി, A. സുനീർ, TP മമ്മുട്ടി ഹാജി, മദ്രസ സദർ കരീം മുസ്ലിയാർ, മുഹമ്മദ് മുസ്ലിയാർ, സ്കൂൾ അധ്യാപകരായ സീനത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ടന്യൂസ് തലക്കാട്. പ്രൈം ടൈം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.